ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആവുന്നത്. പിന്നെ ഡാൻസും ഫൈറ്റൊക്കെ വേണ്ട ഫിലിമിൽ ഉണ്ടാവുന്നത് തലറ അത് ഗുണ്ടായിട്ടും പോലീസായിട്ട് ഇതാവും അതുപോലെ തന്നെ വിചാരിച്ചു. പക്ഷെ അതല്ല അതും കാട്ടി വ്യത്യാസമായിട്ടുണ്ട്. ലാസ്റ്റ് ഫുൾ ഫൈറ്റാ കിടും. ഇപ്രാവശ്യം എന്ത് മേലക്ക് പോവും, താഴത്തേക്ക് പോവില്ല. ഒന്നും അല്ല, ഇത് ചെറുതായിട്ട് പക്ക ഹോളിവുഡ് അല്ല, ഇത് തമിഴ് മോഡൽ പടം തന്നെ. പക്ഷേ തലറ് എല്ലാ ഫിലിമിൻ്റെ അതേ മോഡലല്ല. ഇതാണ് കട്ടി ഒരു വ്യത്യസ്ത. കാരണം അഭിനയം ശരി ഭയങ്കര, കാരണം അവൻ്റെ എല്ലാ പടം ഞാൻ കാണാറുണ്ട്. ഇതത് കട്ടി നല്ലതായിട്ടുണ്ട്. കുഴപ്പമില്ല, സൂപ്പർ. ഇപ്രാവശ്യം താഴത്തേക്ക് കയറില്ല, മേലക്ക് വന്നുള്ളൂ. തൂക്കി ട്രിപ്പിൾ തൃശ്ശൂർ കുഴപ്പമില്ല. അത് തൃശ്ശൂർ പിന്നെ അർജുൻ കിടക്കാക്കി. പിന്നെ തലല്ലേ മോശം വരില്ലല്ലോ പോലെയായിട്ടുണ്ട്. അജിത്ത് ചെയ്തതിൽ അവസാനം കണ്ട സിനിമ തുനുവാണ്. അതിനുശേഷം വന്ന അജിത്തിൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു ആവറേജ് സിനിമയാണ്. ഒരുപാട് വലിയ മാസമൊന്നും ഇട്ട് പ്രേക്ഷകരെ വെറുതെ കൺഫ്യൂഷൻ അടുപ്പിച്ച് കൊണ്ടുവന്നൊരു സിനിമയല്ല. ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ഇതിൻ്റെ ഫ്രെയിംസാണ്. അതുപോലെ തന്നെ ഹോളിവുഡ് മൂവിയുടെ ഫ്രെയിംസുകളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമയായിട്ട് ഇതിന് ഒരു ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു കുറച്ച് ഭാഗങ്ങളുണ്ട്. അതെല്ലാ സിനിമകളിലും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പല ഇംഗ്ലീഷ് സിനിമകളെയും കൊണ്ടുവന്ന് നമ്മൾ മലയാള സിനിമയാണെങ്കിലും തമിഴാണെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്രെയിംസ് ആണെങ്കിലും അതുപോലെ ഡയറക്ഷനും മ്യൂസിക് പിന്നെ ഇതിൻ്റെ കഥയാണെങ്കിലും ഒരു സാധാരണ ഒരു നോർമൽ മനുഷ്യ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഥയാണ്. അത് വലിയൊരു ഗ്യാങ് ബാറിലേക്ക് പോകുന്ന ഒരു പടമാണ്. പക്ഷേ ഒരുപാട് ഗ്യാങ് ബാർ കാണിച്ച് നമ്മളെ ഒരു പ്രേക്ഷകനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു ആവറേജ് സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും തിയേറ്ററിൽ വന്ന് കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ലാഗ് സിനിമ എങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അതിന് ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ എന്തായാലും ഈ പറഞ്ഞ കഥയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ കാണിച്ചേ പറ്റുള്ളൂ. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അജിത്തിൻ്റെ എൻട്രിയാണ്. ഒരു നോർമൽ എൻട്രിയാണ്. അതാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. വലിയൊരു ഹൈപ്പ് കാണിച്ചിട്ട് ഈ സിനിമ എങ്ങും എത്തിയില്ലെങ്കിൽ അത് പരാജയപ്പെട്ടു. നോർമലായിട്ട് വന്ന് നോർമലായിട്ട് തീരുകയാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നി. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയായിട്ട് തോന്നി അജിത്തിൻ്റെ സിനിമ. വളരെയധികം ഇഷ്ടപ്പെട്ടു. ദൃശ്യ അടിപൊളിയാണ്, അർജുൻ അടിപൊളിയാണ്, അജിത്ത് അടിപൊളിയാണ്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും. അതുപോലെ ഈ ഫൈറ്റ് നോർമൽ ഫൈറ്റാണ്. വലിയ സിനിമ എന്ന് പറയുമ്പോൾ വെറുതെ വെടിയും കുത്തും വാൾപ്പയറ്റൊന്നുമില്ല സുഹൃത്ത്. കണ്ടിരിക്കാം നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ്. ഒരു നോർമൽ മനുഷ്യൻ എങ്ങനെയാണ് സ്റ്റണ്ട് ചെയ്യണത് അത് തന്നെയാണ് പടം. ബോസ്, ഞാൻ വീണ്ടും പറയുന്നു, ഈ പടം എന്താ പറയാ, നമ്മൾ സ്റ്റോറി മേക്കിംഗ് ഒന്നും നോക്കല്ലേ. പക്ഷേ അജിത്തിൻ്റെ ഇപ്പം പേഴ്സണലി ഞാനിപ്പോൾ ആക്ച്വലി 750 ആഫ്റ്റർ 758 ഡേയ്സിന് ശേഷമാണ് തിയേറ്റർ എക്സ്പീരിയൻസിൽ ഇവിടെ വരുന്നത്. പക്ഷേ വീണ്ടും പറയുന്നു, ഉറപ്പായിട്ടും ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ ഒരിക്കലും ബോറാകത്തില്ല. പ്രത്യേകിച്ച് അജിത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, ആക്ഷൻ കിങ് അർജുൻ്റെ ആക്ഷൻ മേക്കിങ് തൃശ്ശയാണ് ഈ പടത്തിലെ മെയിൻ ക്യൂട്ട് മേക്കിംഗ് എന്നുള്ളത് തൃശ്ശയാണ്. പക്ഷേ ഞാൻ ഡൈഹാർട്ട് അജിത് ഫാൻസ് ആണ്, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു നോർമൽ ഓഡിയൻസിന് അറ്റ്ലീസ്റ്റ് 1 ടൈം 2 ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്. ഞാനിപ്പോൾ ഒരു 5-6 തവണ കാണും. പക്ഷേ ഈവൻ എ നെവർ സീൻ നമുക്ക് 2 hour 30 minutes മേക്കിംഗ് ഉള്ളൂ. പക്ഷേ എങ്കിലും ഒരു സീൻ പോലും ഈവൻ എ സിംഗിൾ സീൻസ് നെവർ മേക്കിംഗ് വി മേക്ക് എ ബോറിങ്. അറ്റ്ലീസ്റ്റ് 2.5 hour മേക്കിംഗ് അറ്റ്ലീസ്റ്റ് ഈവൻ എ കോമൺ നോർമൽ ഓഡിയൻസ് മേക്കിംഗ് എന്താ പറയുക, ഒരു നോർമൽ ഓഡിയൻസിന് പക്ക മേക്കിംഗ് വീഡിയോ ആണ്. പക്ക കാണുക. പടം ഉറപ്പായിട്ട് ഹിറ്റാകും. കാരണം ഓൾറെഡി പ്രീ സെയിലിൽ പടം ഹിറ്റായതാണ്. ഉറപ്പായിട്ട് ഹിറ്റാകും. എനിക്ക് പടം അത്ര ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പോസിറ്റീവ്സ് ആണെങ്കിൽ അതിനകത്ത് മേക്കിംഗ് അടിപൊളിയാണ്. ഒരു ഇംഗ്ലീഷ് മൂവി സ്റ്റൈലിൽ, ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു റോഡ് ട്രിപ്പ് മൂവിയാണ്. ഫുൾ അതർ ടെറൈൻസ് ആണ്. അതൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. ലാൻഡ്സ്കേപ്പൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയത് കുറേ സ്ലോ ആയിരുന്നു. ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട് ഫീൽ ചെയ്തു. പടം ക്ലൈമാക്സിൽ കുറച്ച് അപ്പാവുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയത് അതിനകത്ത് കുറേ അതർ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് വേറെ ലാംഗ്വേജാണ്. അത് മൊത്തം സബ് വന്നേക്കണം തമിഴാണ്. ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും സബ് തമിഴ് വായിക്കാൻ അറിയില്ല. അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് കൊടുത്താൽ ബെറ്റർ ആയാണ്. കാരണം ഇത് ഇതിനകത്ത് നല്ല കാര്യമായി അവരെന്തോ പറയുന്നുണ്ട്. ആ അവസ്ഥയായിരുന്നു.
ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു 1 ടൈം ആവറേജ് മൂവി. തല അർജുൻ കോംബോ നൈസായിരുന്നു. അവർ മങ്കാത്തയ്ക്ക് ശേഷം തിരിച്ചു വരുന്നു. പക്ഷേ തൃഷ ഓൾസോ ഗുഡായിരുന്നു. പക്ഷേ നമ്മൾ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ ഇതെന്തായാലും കാണണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ് മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സിനിമ കൊള്ളാം. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ടൈം വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അജിത്തും തൃഷ്ണയുടെ കോമ്പിനേഷൻ സീൻസാണ് പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. പടത്തിൻ്റെ ഒരു നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ, അതായത് അജിത്തിൻ്റെ ഒരു മാസ് മസാല മൂവിയുടെ പ്രതീക്ഷിച്ചുള്ള ഒരു വരവിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ തനി അജിത്ത് ഫിലിം എക്സ്പെക്ട് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കും. ആ റേഞ്ചിലേ അല്ല പടത്തിൽ മേക്ക് ചെയ്തേക്കുന്നത്. പടത്തിൻ്റെ ആദ്യത്തെ അരമണിക്കൂറൊക്കെ നല്ല ഇവരും വലിയ ദൃശ്യമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ സൂപ്പറാണ്. പിന്നീട് പടം പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ഫേസ്ഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു റൊമാൻറ്റിക് ഫാമിലി ഓറിയൻറ്റഡ് ഒരു ത്രില്ലർ ബേസ്ഡ് എന്നൊക്കെ പറയാം. ഒരു റോഡ് ട്രിപ്പ് ഐറ്റം ആണ്. ഹോളിവുഡിലൊക്കെ കുറേ ഫിലിംസ് ഇതുപോലെ ഉണ്ട്. അതിൻ്റെ ഒരു തമിഴ് സ്റ്റൈൽ പിടിച്ചിരിക്കുന്നു, എന്നാൽ അത്ര മാസ് കയറ്റിയിട്ടിട്ടുമില്ല. പിന്നെ അർജുനാണ് ഓപ്പോസിറ്റ് ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള സ്റ്റണ്ട് കൊറിയോഗ്രാഫിക്ക് നല്ല രസമുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക് കൊള്ളാം, അതുപോലെ BGMs ഓക്കെയാണ്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ 1 ടൈം വാച്ചുകളായിട്ട് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.